ഈ ജോർജിയ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ ഇടക്കാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മെജോറിറ്റി സ്റ്റുഡൻസും ഈ ജർമ്മനിയുടെ ബാക്കിലാണ്. ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ജർമ്മനി ട്രൈ ചെയ്ത് കിട്ടാതെ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ജോർജിയയിലോട്ട് പോകുന്നത്. അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്. ക്വാളിറ്റി ഉണ്ടോ, പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ റീസെന്റ് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജോർജിയയിലെ നഴ്സിംഗ് BSc നഴ്സിംഗ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ജോർജിയയിൽ BSc നഴ്സിംഗ് വന്നത് 4 ഇയർ ആണ്. അതിൽ 3 ഇയർ സ്റ്റഡീസും ലാസ്റ്റ് ഇയർ പ്രാക്ടീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 ലാക്ക് അടുത്തായിരിക്കും നിയർ ബൈ ഫീസ് വരുന്നത്. അപ്പോൾ ഇത് പെർ ഇയർ ഫീസാണ്. സോ പിള്ളേർക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് മാത്രം അടച്ചിട്ട് പോവുക, ബാക്കിയുള്ള ഫീസും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇയർലി അടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ജോർജിയ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ ഇടക്കാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസും ഈ ജർമ്മനിയുടെ ബാക്കിലാണ്. ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ജർമ്മനി ട്രൈ ചെയ്ത് കിട്ടാതെ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ജോർജിയയിലോട്ട് പോകുന്നത്. ഇവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്. ജോർജിയയിൽ നഴ്സിംഗ് എങ്ങനെയായിരിക്കും, മീൻസ് ക്വാളിറ്റി ഉണ്ടോ, പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ഇതെല്ലാം എനിക്കുണ്ട്. ഞാൻ അതാണ് ഡീറ്റെയിൽ ഒന്ന് അറിയാനായിട്ട് വന്നത്. നമുക്ക് ജോർജിയയില് മീൻസ് അവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ജോർജിയ ഒരു കംപ്ലീറ്റ്ലി ഒരു മെഡിക്കൽ, അതായത് മെഡിസിൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രിയാണ്. ലൈക്ക് MBBS, നഴ്സിംഗ്, ഇങ്ങനത്തെ കോഴ്സുകൾ. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ജോർജിയയിലോട്ട് പോയി തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഉള്ളതെല്ലാം MBBS ക്ലിയർ ആക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ജോർജിയയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ വിസ റിജക്ഷൻസ് ഇല്ലാതെ പെട്ടെന്ന് പോകാൻ പറ്റിയത്. പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 to 5 months പ്രോസസ്സിംഗ് ടോട്ടൽ വരുന്നത് വിത്ത് വിസ. നമുക്ക് വിസ റിജക്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ജോർജിയയിൽ പോകാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കൺട്രീസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും വിസ റിജക്ഷൻസിന്റെ റേഷ്യോ നല്ല കൂടുതലാണ്. ഞാൻ ജർമ്മനി നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് IELTS അങ്ങനെ നമുക്ക് ബേസിക്കലി ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ +2 സയൻസ് ഒരു നിർബന്ധമില്ല. ഞാൻ കൊമേഴ്സ് ആണ്. അതെ, +2 ഇപ്പോൾ ഏത് സ്ട്രീം ഉള്ളവരാണെങ്കിൽ നമുക്ക് ജോർജിയയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പോസിബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ NIOSO VHSO ഏത് +2 കംപ്ലീറ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BSc നഴ്സിംഗ് ജോർജിയയിൽ എടുക്കാൻ വേണ്ടി ഏജ് ലിമിറ്റ് നമുക്ക് ഒരു മാക്സിമം ഒരു 30 to 35 ഏജ് ലിമിറ്റ് അക്സെപ്റ്റഡ് ആണ്. പിന്നെ ഇയർ ഗ്യാപ്പ്, നമുക്ക് ജോർജിയയിൽ ഇയർ ഗ്യാപ്പ് ഒരു ഇഷ്യൂസ് അല്ല. നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് വിസ പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്.